ഏവർക്കും ജസ്റ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം വേനൽ അധികമൊന്നും നീണ്ടില്ല. മാർച്ച് അവസാനം തുടങ്ങിയ മഴ ഏപ്രിൽ അവസാനത്തോടെയാണ് നിന്നത്. പിന്നെ ഒരാഴ്ചയോളം വെയിൽ തെളിഞ്ഞു നല്ലതുപോലെ. അതിനുശേഷം പിന്നെയും മഴ തുടങ്ങിയിരിക്കുകയാണ്. ഇനി കാലവർഷം തുടങ്ങാൻ അധികം സമയമില്ല. അതിനു മുമ്പായി റോസുകൾക്ക് ചെയ്തു കൊടുക്കേണ്ട കെയറിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഏത് കാലാവസ്ഥയിലും നന്നായി പൂക്കൾ തരുന്ന ചെടികളാണ് റോസ് ചെടികൾ. അതുപോലെ തന്നെ അവയ്ക്ക് നല്ല ശ്രദ്ധയും കൊടുക്കേണ്ടത് ആവശ്യമാണ്. 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വളം ഇവയ്ക്ക് കൊടുക്കേണ്ടതാണ്. കൃത്യമായി വളങ്ങൾ കൊടുത്താലേ ഇവ നന്നായി വളരുകയും പൂക്കുകയും ചെയ്യുള്ളൂ. വളരാനുള്ള വളങ്ങളും പൂക്കുവാൻ വേണ്ടിയുള്ള വളങ്ങളും നന്നായി കൊടുക്കണം. വളങ്ങൾ മാറി മാറി കൊടുക്കുന്നതാണ് നല്ലത്. ഒരേ വളം തന്നെ കൊടുക്കാതിരിക്കുക. ജൈവവളങ്ങളും രാസവളങ്ങളും വേനൽക്കാലത്ത് കൊടുക്കാം. എന്നാൽ ജൈവവളങ്ങൾ മഴക്കാലത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. രാസവളങ്ങൾ മാത്രം കൊടുക്കുക. അതും പലതരത്തിലുള്ള വളങ്ങൾ മാറി മാറി കൊടുക്കാം. പിന്നെ ഇടയ്ക്കൊക്കെ മഴക്കാലത്ത് വേപ്പിൻ പിണ്ണാക്കും മണ്ണിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്, കീടശല്യങ്ങൾ ഒഴിവാക്കുവാൻ. മഴ തുടങ്ങുന്നതിന് മുമ്പ് റോസ് ചെടികൾ ഒന്ന് പ്രൂൺ ചെയ്യുന്നത് നല്ലതാണ്. ആദ്യമായി ഇവയുടെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ചപ്പും ചവറും എല്ലാം വീണ് വൃത്തികേടായി കിടക്കുകയാണ്. പിന്നീട് നീണ്ടുപോയ കമ്പുകളൊക്കെ ഒന്ന് മുറിക്കാം. അധികം താഴ്ത്തി വെട്ടരുത്. 3-4 ഇഞ്ച് മുകളിൽ വെച്ചാണ് മുറിച്ച് മാറ്റേണ്ടത്. അതേപോലെ തന്നെ ഉണങ്ങിയ കമ്പുകളും മുറിച്ച് മാറ്റുക. അത് ഉണങ്ങിയ ഭാഗത്തിന് തൊട്ട് താഴെ വെച്ച് മുറിച്ച് മാറ്റാം. കട്ട് ചെയ്തപ്പോൾ ഉണ്ടായ മുറിവിലേക്ക് എന്തെങ്കിലും ഫംഗിസൈഡ് തേച്ച് കൊടുക്കുക. സാഫാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. അത് കുറച്ച് വെള്ളത്തിൽ പേസ്റ്റ് രൂപത്തിലാക്കി തേച്ച് കൊടുക്കുക. അതിനുശേഷം ചെടികളുടെ ചൂട് ഭാഗം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം നന്നായി വാർന്നു പോകുന്നത് പോലെ ഉള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കണം. അല്ലെങ്കിൽ മഴയത്ത് അതിൻ്റെ വേരുകൾ ചീഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ മുയൽ മണ്ണ് ഒന്നും ഇളക്കി കുറച്ച് മാറ്റി കൊടുത്തിട്ട് വേറെ പുതിയ പോട്ടിംഗ് മിക്സ് ഇട്ട് നിറയ്ക്കാവുന്നതാണ്. കാരണം പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന പോലെ ചുമന്ന മണ്ണും നല്ല മണലും ഒരേ അളവിലെടുക്കുക. അതിലേക്ക് ചാണകപ്പൊടി ഇടുക. വേപ്പിൻ പിണ്ണാക്കും കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർക്കുക. ഇവ നന്നായി മിക്സ് ചെയ്ത ശേഷം ഓരോ ചെടികളുടെയും ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ മുകളിലത്തെ മണ്ണ് കുറച്ച് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആ മണ്ണിന് മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മണ്ണ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും പുതിയ തളിർപ്പുകൾ വേഗത്തിൽ വന്നുകൊള്ളും. മഴക്കാലത്ത് ചട്ടികളിൽ വെള്ളം കെട്ടിക്കിടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഴ തോരാതെയൊക്കെ പെയ്യുകയാണെങ്കിൽ മഴയത്ത് നിന്നും മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. ഇതെല്ലാമാണ് മഴക്കാലത്തിന് മുമ്പ് റോസ് ചെടികൾക്ക് കൊടുക്കേണ്ട പരിപാലനങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.